ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് എഞ്ചിനാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഇലക്ട്രിക് എഞ്ചിൻ. അപ്പം നമ്മുടെ കയ്യിലിരുന്ന ചെമ്പ് കമ്പി നമ്മൾ കുറച്ച് കമ്പിയൊക്കെ വെച്ച് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് നേരെ അതിന് വീഡിയോയിലിട്ടു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇതുപോലത്തെ തെർമോക്കോളിൻ്റെ ഒരു പീസോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ഒരു പീസോ നമുക്ക് വേണം. നമുക്കിനി ഒരു കളറിൻ്റെ സെലോ ടേപ്പ് ഉപയോഗിച്ച് അതൊന്ന് സ്റ്റിക്കർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു കമ്പിയുടെ ഈ ഒരു അറ്റം റൗണ്ട് ഷേപ്പിൽ വളച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അതൊന്ന് വളച്ചെടുക്കണം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം യു ഷേപ്പിൽ വളച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ പ്ലെയർ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ വളച്ചു കൊടുത്തു കഴിയുമ്പം നമുക്കതൊരു യു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ 2 കമ്പി ഇതുപോലെ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ 2 ചെറിയ തടിപ്പീസുകൾ കൂടെ വേണം. ഇനി നമുക്ക് ആ തടിപ്പീസിലോട്ട് നേരത്തെ നമ്മൾ വളച്ചെടുത്ത കമ്പിയുടെ ആ യു ഷേപ്പിലെ ഭാഗം നമുക്കൊരു സ്ക്രൂ ഉപയോഗിച്ച് നന്നായിട്ട് ഈ തടിയിലോട്ട് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു അത്യാവശ്യം ഗേജുള്ളൊരു വയർ വേണം. ഇനി നമുക്ക് രണ്ടാമത്തെ തടിപ്പീസിലോട്ടും അതേപോലെ തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ വയറും കൂടെ ഈ സ്ക്രൂവിൻ്റെ ഇടക്കോട്ട് കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ 2 തടിപ്പീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സ്റ്റിക്കർ ചെയ്തിരിക്കുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മുടെ വയറുള്ള ആ തടിയുടെ ആ പീസ് ഇതുപോലെ വെച്ച് നന്നായിട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കൊരു 15 സെൻറ്റിമീറ്റർ നീളം വരുന്നൊരു കമ്പി എടുക്കണം. എന്നിട്ട് നമുക്കൊരു പ്ലെയർ ഉപയോഗിച്ച് അതൊന്ന് വളച്ചെടുക്കണം. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ വളച്ചെടുക്കണം. ഞാനിവിടെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിലോട്ടാണ് നമുക്ക് നമ്മുടെ പിസ്റ്റൺ കണക്ട് ചെയ്യാൻ പോണത്, നമ്മുടെ പ്രൊപ്പല്ലർ കണക്ട് ചെയ്യാൻ പോണത്, പിന്നെ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്നൊരു റിലേ ഉണ്ട്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ റിലേയും ഇതിലോട്ട് തന്നെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അത് വളച്ചെടുക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ വളയ്ക്കാവുന്ന കാര്യമുള്ളൂ. ഞാനതപ്പം വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന ഈ നീളത്തിൽ അങ്ങോട്ടുള്ള ആ കമ്പി നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് വളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ രീതിയിലാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു കമ്പിയുടെ അറ്റം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വളച്ചെടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പിസ്റ്റന് വേണ്ടിയിട്ടുള്ളൊരു ഷാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് കമ്പിയുടെ ഈ ഒരു ഭാഗം ഒരു 90 ഡിഗ്രി ആംഗിളിൽ ഇതുപോലെ വളച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്റ്റൻ്റെ ഷാഫ്റ്റ്. ഇനി നമുക്ക് ഇതുപോലത്തെ 2 സ്റ്റോപ്പർ വേണം. ഇത് ഞാൻ വയർ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റോപ്പർ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ഇതുപോലെ കയറ്റി ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിസ്റ്റൻ്റെ ആ ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റോപ്പറും കൂടെ ഇട്ട് അത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പിസ്റ്റൻ്റെ ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് അത് കറങ്ങുന്നുണ്ട്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൗണ്ട് കമ്പിയിലോട്ട് ഇത് കയറ്റിയിട്ട് കൊടുക്കണം. നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് കയറ്റിയിട്ട് കൊടുക്കണം. നമ്മൾ ഒരു റൗണ്ട് കമ്പിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു റൗണ്ട് കമ്പിയിലോട്ട് ഇപ്പുറത്തെ ഒരു ഭാഗവും കൂടെ കയറ്റിയിട്ടിട്ട് ഇതുപോലെ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 അറ്റത്തോട്ടും 2 സ്റ്റോപ്പർ ഇട്ട് കൊടുക്കണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു ആണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ഇതുപോലെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പം ആണി പ്ലൈവുഡിൻ്റെ ആ ഒരു പീസിൻ്റെ ഗ്യാപ്പിലോട്ട് വെച്ച് ഇതുപോലെ അറാൾഡായിട്ട് വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഞാനിപ്പം പിസ്റ്റൻ്റെ ഷാഫ്റ്റിലോട്ട് ചെറിയൊരു സ്റ്റോപ്പർ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്റ്റൺ ഇതുപോലെ ഷാഫ്റ്റിലോട്ട് കയറ്റി ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞാനൊരു സ്റ്റോപ്പർ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് കുറച്ച് ചെമ്പുകമ്പി വേണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെമ്പുകമ്പി എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയൊരു പേനയുടെ ബോഡി ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പേനയുടെ ഈ ബോഡിയിലോട്ട് നമ്മുടെ ചെമ്പുകമ്പി നന്നായിട്ട് ചുറ്റി കൊടുക്കണം. ഞാനൊരു 250 പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നുണ്ട്. കാരണം കൂടുതൽ ചുറ്റിയാലും നമുക്ക് ഇതിലോട്ട് ബാറ്ററിയിൽ നിന്ന് ചാർജ് കയറ്റി വിടുമ്പം ഈ ഒരു ചെമ്പമ്പി ചുരുള് കാന്തമായിട്ട് മാറും. അങ്ങനെയാണ് നമ്മുടെ എൻജിൻ വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സിലിണ്ടർ. നമ്മളിപ്പോൾ സിലിണ്ടറാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു PVC പൈപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് 2 സൈഡിൽ ഹോളിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിലോട്ടാണ് നമ്മുടെ സിലിണ്ടർ വെച്ച് ടൈ ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ സിലിണ്ടർ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഒരു ടൈ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പിസ്റ്റണ നമ്മുടെ സിലിണ്ടറിൻ്റെ അകത്തോട്ട് ഇതുപോലെ കയറ്റിയിട്ട് കൊടുക്കണം. അതിനുശേഷം അവിടെ വെച്ച്
നന്നായിട്ട് ഗ്ലൂ ഇട്ട് ആ ഒരു PVCയുടെ പൈപ്പ് ഒട്ടിച്ച് വെക്കണം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്ക്രൂ വേണം, ഇതുപോലെ ചെറിയൊരു തടി പീസും കൂടെ വേണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെമ്പ് കമ്പിയുടെ പീസും കൂടെ വേണം. നമ്മളിവിടെ ഒരു റിലേ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലൊരു ബ്ലേഡ് ഞാൻ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ബ്ലേഡ് ഇല്ലെങ്കിൽ വാഷറായാലും മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ നേരത്തെ കാണിച്ച ആ തടി പീസിലോട്ട് ഈ ചെമ്പ് കമ്പി കൂടെ ഇതിൻ്റെ ഇടക്കോട്ട് കയറ്റി വെച്ചിട്ട് നന്നായിട്ട് തടിയിലോട്ട് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന റിലേ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് റിലേയിലോട്ട് നമ്മുടെ ചെമ്പ് കമ്പിയുടെ ഒരു ഭാഗം, അതായത് നമ്മൾ സിലിണ്ടറിൽ ചുറ്റിയ ചെമ്പ് കമ്പിയുടെ ഒരു ഭാഗം ഈ ഒരു റിലേയിലോട്ട് പിടിപ്പിച്ചു കൊടുക്കണം. ഈ ഒരു അറ്റം ഒന്ന് ചിരണ്ടി കൊടുക്കണം. അത് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊന്ന് ചിരണ്ടിയ ശേഷം നമ്മുടെ ആ ബ്ലേഡിൻ്റെ ആ സ്ക്രൂവിൻ്റെ അങ്ങോട്ട് നമുക്കിത് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സിലിണ്ടറിൻ്റെ രണ്ടാമത്തെ ചെമ്പ് കമ്പിലോട്ട് ഇതുപോലൊരു വയറും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ വയറൊന്ന് ഒതുക്കി ഗ്ലൂ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ച് വെക്കാം. ഇനി നമ്മൾ ഇതുപോലൊരു പ്രൊപ്പല്ലർ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അറ്റത്തോട്ട് പിടിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ഒരു 12 വോൾട്ട് വരുന്നൊരു ലിപ്പോ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എൻജിൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻജിനും ബാറ്ററിയായിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം. അതിനുശേഷം നമുക്ക് എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ വീഡിയോസ് കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.